എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചീരയും ചക്കയും മാങ്ങയും ഒക്കെ സുലഭമായി നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. ഇന്ന് നമുക്ക് ഒരു നാടൻ ചീര ചക്കക്കുരു അവിയൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമ്മൾ ആവശ്യത്തിന് ചീര കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇലകളും തണ്ടും വേർതിരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീരയില നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ചീര തോരൻ വെക്കാനായിട്ട് അരിയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ചീരയുടെ തണ്ട് 4 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള 6-7 ചൂട് ചീരയാണ് നമ്മൾ അവിയലിനായിട്ട് എടുത്തിട്ടുള്ളത്. ചീര അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായി അരമുറി തേങ്ങ ചിരകിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 5 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, എരിവുള്ള 1 പച്ചമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അവിയലിനായി പുളിയുള്ള 1 മാങ്ങയുടെ പകുതി നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ അവിയൽ തയ്യാറാക്കാനായി എടുത്തിട്ടുള്ള ചീരയുടെ അളവിൻ്റെ 1/4 ഭാഗത്തോളം ചക്കക്കുരുവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 ചക്കക്കുരു നമ്മൾ കഴുകി വൃത്തിയാക്കി 4 മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കുന്നതിനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ചീരയുടെ തണ്ടും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കുന്നുണ്ട്. കഷ്ണങ്ങളുടെ അടിഭാഗം ജസ്റ്റ് ഒന്ന് മുങ്ങത്തക്ക വിധം മാത്രം അളവിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് കഷ്ണങ്ങൾ അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ചീരയില ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചീരയിലയും വാടി വന്നിട്ടുണ്ട്. ചീരയില വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മുടെ മാങ്ങയൊന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ച് വെക്കാം. തീ വളരെ കുറച്ച് വേണം നമ്മളിത് പാചകം ചെയ്യാൻ. പിന്നെ നമ്മുടെ മാങ്ങയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതിൽ എണ്ണയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചീര ചക്കക്കുരു അവിയൽ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായതും ഒട്ടനവധി ആരോഗ്യപരമായ ഗുണങ്ങളുള്ളതുമായ ഒരു വിഭവമാണിത്. അവിയലിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവസാനം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ചൂടാറിയതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.